Our next topic is lead acid cell. നമുക്കറിയാം, ഓട്ടോമൊബൈൽ രംഗത്ത് മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലും ഒരു പവർ സോഴ്സായി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി സോഴ്സായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാറ്ററി. ലെഡ് ആസിഡ് സെൽ എന്ന് പറഞ്ഞാൽ കുറെ സെല്ലുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്പോണന്റിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ലെഡ് ആസിഡ് സെൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലെഡും അതുപോലെ ഒരു ആസിഡും ഉപയോഗിച്ച് ആ ഒരു കമ്പോണന്റിൽ നിന്ന് എങ്ങനെയെല്ലാം ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് കാണിക്കുന്നു. ലെഡ് ആസിഡ് സെല്ലിൽ ഒരു പോസിറ്റീവ് ടെർമിനലും അതുപോലെ ഒരു നെഗറ്റീവ് ടെർമിനലും ആണ് ഉള്ളത്. ഇതിനെ വേർതിരിക്കുന്നത് പലതരം അല്ലെങ്കിൽ പല സെല്ലുകളെയും വേർതിരിക്കുന്നത് ഒരു സെൽ ഡിവൈഡർ യൂസ് ചെയ്തിട്ടാണ്. ഇതിന് പുറമെ കാണുന്ന ഭാഗമാണ് പ്രൊട്ടക്റ്റീവ് കേസിംഗ്. ഇതിൽ പോസിറ്റീവ് ഇലക്ട്രോഡും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡും അതിനോടൊപ്പം ഒരു ഇലക്ട്രോലൈറ്റും യൂസ് ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായി യൂസ് ചെയ്തിരിക്കുന്നത് ലെഡ് ഡയോക്സൈഡ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോഡായി യൂസ് ചെയ്തിരിക്കുന്നത് ലെഡ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഒരു ലെഡ് ആസിഡ് സെല്ലിന്റെ വർക്കിംഗ് ആണ് ഈ ഒരു ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഒരു ലെഡ് ആസിഡ് സെല്ലിൽ രണ്ട് പ്ലേറ്റുകളാണുള്ളത്. ഒന്ന് നെഗറ്റീവ് പ്ലേറ്റ് ആൻഡ് എ പോസിറ്റീവ് പ്ലേറ്റ് which are dipped in a dilute acid. ഡൈല്യൂട്ട് ആയ സൾഫ്യൂരിക് ആസിഡിൽ ഡിപ്പ് ചെയ്തു വെച്ച രണ്ട് പ്ലേറ്റുകളാണ് ഒരു സെല്ലിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ട് പ്ലേറ്റുകളും, അതായത് പോസിറ്റീവ് പ്ലേറ്റ് which is known as anode and negative plate which is known as cathode, ഈ രണ്ട് പ്ലേറ്റുകളും ഉപയോഗിച്ച് എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ബാറ്ററിയുടെ വർക്കിങ്ങിൽ പഠിക്കാനുള്ളത്. ഇവിടെ ലെഡ് ആസിഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the storage battery or secondary battery is such a battery where electrical energy can be stored as chemical energy, and this chemical energy is then converted to electrical energy when required. ഒരു സ്റ്റോറേജ് സെൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി സ്റ്റോർ ചെയ്ത് വെച്ച് അത് ആവശ്യാനുസരണം ഈ കെമിക്കൽ എനർജിയെ പിന്നീട് ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. The conversion of electrical energy into chemical energy by applying external electrical source is known as charging of battery. The conversion of chemical energy into electrical energy for supplying the external load is known as discharging of secondary battery. ഒരു ബാറ്ററിയുടെ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാർജിങ് ഓഫ് എ ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നേരെ മറിച്ച് ഒരു ബാറ്ററിയിലെ കെമിക്കൽ എനർജിയെ
ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജിങ് ഓഫ് സെക്കൻഡറി ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ഒരു ലോഡിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു കാറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാറിന്റെ സ്റ്റാർട്ടർ മോട്ടറിലേക്ക് അല്ലെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു എനർജി, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്നത് ഡിസ്ചാർജിങ് ഓഫ് ബാറ്ററിയാണ്. കാറ് സ്റ്റാർട്ട് ആയതിനു ശേഷം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാറ്ററിയിലേക്ക് വീണ്ടും പവർ വരുന്നു. അതിനെയാണ് ചാർജിങ് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കണ്ടിന്യൂസ് ആയി നടക്കുന്നത് കൊണ്ടാണ് ഒരു ബാറ്ററിയെ നമുക്ക് ഒരു പവർ സോഴ്സ് ആയി ഉപയോഗിക്കാൻ കഴിയുന്നത്. During charging of battery, current is passed through it, which causes some chemical changes inside the battery. These chemical changes absorb energy during their formation. When the battery is connected to the external load, the chemical changes takes place in reverse direction, during which the absorbed energy is released as electrical energy and supplied to the load. ഒരു ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ലെഡ് പെറോക്സൈഡ്, സെക്കൻഡ് വൺ സ്പോഞ്ച് ലെഡ് ആൻഡ് തേർഡ് വൺ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. സ്പോഞ്ച് ലെഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. ഇത് രണ്ടും ഡിപ്പ് ചെയ്തു വെച്ച മീഡിയം ആണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4. The positive plate is made of lead peroxide. This is dark brown, hard and brittle substance. Negative plate is made of pure lead in soft sponge condition, and dilute sulfuric acid is used as electrolyte, which has a ratio of water to acid 3:1. The lead acid storage battery is formed by dipping lead peroxide plate and sponge lead plate in dilute sulfuric acid. ഒരു ലെഡ് ആസിഡ് സെൽ അല്ലെങ്കിൽ ഒരു ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാക്കുന്നത് ലെഡ് പെറോക്സൈഡ് പ്ലേറ്റ്, അതായത് പോസിറ്റീവ് പ്ലേറ്റ്, ആൻഡ് സ്പോഞ്ച് ലെഡ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റുകളും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് മീഡിയത്തിൽ ഡിപ്പ് ചെയ്തു വെച്ചിട്ടാണ്. ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ലോഡ് യൂസ് ചെയ്തിട്ടാണ്. ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ് പ്രോസസ്സിൽ പല കെമിക്കൽ റിയാക്ഷൻസുമാണ് നടക്കുന്നത്. അതിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലെ മോളിക്യൂൾസ്, അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ H2SO4, അതിലെ മോളിക്യൂൾസ് ആയ മോളിക്യൂൾസ് പോസിറ്റീവ് ഹൈഡ്രജൻ അയോൺസും അതുപോലെ നെഗറ്റീവ് സൾഫേറ്റ് അയോൺസുമായി സ്പ്ലിറ്റ് ചെയ്യുന്നു, H+ ആൻഡ് SO4 2-. The hydrogen ions when reach at PbO2 plate, അതായത് ലെഡ് പെറോക്സൈഡ് പ്ലേറ്റിൽ എത്തുമ്പോൾ ഈ ഹൈഡ്രജൻ അയോൺ H+ അയോൺസ് PbO2 പ്ലേറ്റിൽ എത്തുമ്പോൾ they receive electrons. ഈ H+ അയോൺസിന് PbO2 പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് കിട്ടി. അത് ഹൈഡ്രജൻ ആറ്റമായി കൺവേർട്ട് ചെയ്യുന്നു. ഇത്
PbO2 അതായത് ലെഡ് പെറോക്സൈഡുമായി കൂടിച്ചേർന്ന് ലെഡ് ഓക്സൈഡും വാട്ടറും ആയി മാറുന്നു. This lead oxide reacts with sulfuric acid and forms PbSO4 and water. ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ് പ്രോസസ്സിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ പറഞ്ഞത്. പോസിറ്റീവ് ഹൈഡ്രജൻ അയോൺസും നെഗറ്റീവ് സൾഫേറ്റ് അയോൺസുമായി സ്പ്ലിറ്റ് ചെയ്യുന്ന ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഇതിലെ ഹൈഡ്രജൻ അയോൺസ് ലെഡ് പെറോക്സൈഡ് പ്ലേറ്റിൽ എത്തുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ വാങ്ങി ഹൈഡ്രജൻ ആറ്റം രൂപം കൊള്ളുന്നു. ഈ ഹൈഡ്രജൻ ആറ്റം ലെഡ് പെറോക്സൈഡുമായി കൂടിച്ചേർന്ന് ലെഡ് ഓക്സൈഡും അതുപോലെ വാട്ടറും ആയി മാറും. ഈ ലെഡ് ഓക്സൈഡ് വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റും അതുപോലെ വാട്ടറുമായി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ SO4 അയോൺസ്, അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് മീഡിയത്തിലെ SO4 അയോൺസ് ലെഡ് പ്ലേറ്റിലേക്ക് പോയി അവിടെ നിന്ന് അല്ലെങ്കിൽ അതിലേക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസ്, ലെഡ് സൾഫേറ്റിൽ ഉള്ളത് നെഗറ്റീവ് അയോൺസ് ആണ്, അതിൽ നിന്നുള്ള എക്സ്ട്രാ ഇലക്ട്രോൺസ് അവർ ലെഡ് പ്ലേറ്റിലേക്ക് കൊടുത്ത് അവിടെ റാഡിക്കൽ സൾഫേറ്റ് അയോൺസ് ആയി അല്ലെങ്കിൽ റാഡിക്കൽ സൾഫേറ്റ് ആറ്റംസ് ആയി മാറുന്നു. ഇതിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാരണം ലെഡുമായി കൂടിച്ചേർന്ന് ലെഡ് സൾഫേറ്റ് ആയി മാറും. As H+ ions takes electrons from PbO2 plate and SO4 ions give electrons to Pb plate, there would be an inequality of electrons between these two plates. അതായത് H+ ions PbO2 പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് എടുക്കുന്ന കാരണവും അതുപോലെ SO4 ions Pb പ്ലേറ്റിലേക്ക് ലെഡ് പ്ലേറ്റിലേക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കൊടുക്കുന്ന കാരണവും ഈ രണ്ട് പ്ലേറ്റുകളിലെയും ഇലക്ട്രോൺസ് തമ്മിൽ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടാവുന്നു. അത് കാരണം തന്നെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ഈ പ്ലേറ്റുകൾ തമ്മിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അതായത് ഇൻഇക്വാലിറ്റി ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ഈ ഒരു കറണ്ട് ഫ്ലോ ആണ് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്നത്. ഈ പറഞ്ഞത് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ആണ്. ബാറ്ററിയുടെ ഡിസ്ചാർജിങ് പ്രോസസ്സിൽ നമ്മൾ കണ്ടു ഒരു സൾഫ്യൂരിക് ആസിഡ് മീഡിയം ഹൈഡ്രജൻ അയോൺസും അതുപോലെ സൾഫേറ്റ് അയോൺസുമായി സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോൺസ് PbO2 പ്ലേറ്റിലേക്ക് പോയി അവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എടുത്ത് റിയാക്ട് ചെയ്ത് PbSO4 ആയി കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ SO4 അയോൺസ്, അതായത് സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്തുണ്ടാകുന്ന SO4 അയോൺസ് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് പോയി അവിടേക്ക് ഇലക്ട്രോൺസ് കൊടുത്ത് വീണ്ടും റിയാക്ട് ചെയ്ത് PbSO4 ആയി മാറുന്നു. ഈ ഒരു പ്രോസസ്സിൽ രണ്ട് പ്ലേറ്റുകളും തമ്മിൽ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടാവുന്നു. ഈ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ ഉണ്ടാവുന്ന ഇൻഇക്വാലിറ്റി കാരണം ഒരു ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒരു കമ്പോണന്റിനെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഒരു ഓട്ടോമൊബൈലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇതിനെയായിരുന്നു ഡിസ്ചാർജിങ് ഓഫ് ബാറ്ററി എന്ന് പറഞ്ഞിരുന്നത്. Now we will disconnect the load and connect PbSO4 covered with PbO2 plate with the positive terminal of an external DC source and PbO2 covered with Pb plate with negative terminal of that DC source. ഇവിടെ പറയുന്നത് ചാർജിങ് ഓഫ് ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഡിസ്ചാർജിങ് ഓഫ് ബാറ്ററിയിൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു ലോഡിലേക്കാണ് നമ്മൾ സപ്ലൈ ചെയ്തത്. അത് ആ ലോഡിനെ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ചാർജിങ് ഓഫ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ DC സോഴ്സ് ഉപയോഗിച്ച് ബാറ്ററിയെ, ഡിസ്ചാർജ് ചെയ്ത ബാറ്ററിയെ പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കുന്നത്, അതായത് ചാർജ് ചെയ്യുന്നതിനെയാണ് ചാർജിങ് ഓഫ് എ ബാറ്ററി എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് H+ അയോൺസും അതുപോലെ SO4 2- അയോൺസുമായി ആണ് സൊല്യൂഷനിൽ ഉള്ളത്. ഇതിലെ ഹൈഡ്രജൻ അയോൺസ്, അതായത് H+ അയോൺസ് ഇലക്ട്രോഡിലേക്ക്, നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് കാഥോഡിലേക്ക് മൂവ് ചെയ്ത്, അതുപോലെ തന്നെ SO4 2- അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്കും മൂവ് ചെയ്യുന്നു. ഇവിടെ H+ അയോൺ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നു, അതുപോലെ ഹൈഡ്രജൻ ആറ്റമായി മാറുന്നു. ഈ ഹൈഡ്രജൻ ആറ്റംസ് PbSO4മായി റിയാക്ട് ചെയ്ത് ലെഡും അതുപോലെ സൾഫ്യൂരിക് ആസിഡുമായി കൺവേർട്ട് ചെയ്യുന്നു. SO4 2- അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് മൂവ് ചെയ്ത് അതിലുള്ള എക്സ്ട്രാ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് സപ്ലൈ ചെയ്ത് അവിടെ SO4 ആയി മാറും. ഈ SO4 അല്ലെങ്കിൽ സൾഫേറ്റ് റാഡിക്കൽസ് PbSO4മായി, ലെഡ് സൾഫേറ്റുമായി, അതായത് ആനോഡിലെ ലെഡ് സൾഫേറ്റുമായി റിയാക്ട് ചെയ്ത് ലെഡ് പെറോക്സൈഡും സൾഫ്യൂരിക് ആസിഡുമായി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി സെൽ എന്ന് പറയുന്നത്. ഇവിടെ lead sulfate of anode gets converted into lead peroxide and lead sulfate of cathode is converted to pure lead. അതായത് ഇവിടെ സംഭവിക്കുന്നത് പോസിറ്റീവ് പ്ലേറ്റിൽ ലെഡ് പെറോക്സൈഡ് PbO2 തന്നെ ആയി മാറുന്നു, നെഗറ്റീവ് പ്ലേറ്റ് പ്യുവർ ലെഡ് ആയി മാറുന്നു. ഇത് ബാറ്ററിയുടെ ആദ്യത്തെ സ്ഥിതി എങ്ങനെയാണോ അതിലേക്ക് തന്നെ മാറുന്നു. ഇതിനെയാണ് ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി സെൽ എന്ന് പറയുന്നത്. ഡിസ്ചാർജിങ്ങിൽ ലെഡ് സൾഫേറ്റ്, അതായത് PbSO4 വൈറ്റിഷ് ഇൻ കളർ ആയിരിക്കും, അതായത് അതിലൊരു വെള്ള കളറിലായിരിക്കും PbSO4 ഉള്ളത്. ഡിസ്ചാർജിങ് സമയത്ത് രണ്ട് പ്ലേറ്റുകളും, അതായത് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും PbSO4 കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് PbSO4 ആയിരിക്കും ഈ രണ്ട് പ്ലേറ്റുകളിലും മുകളിൽ രൂപം കൊള്ളുന്നത്.
ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ, അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. കാരണം അവിടെ വാട്ടർ ഫോർമേഷൻ നടക്കുന്നത് കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് കുറഞ്ഞു വരുന്നു. As a result, the rate of reaction falls, which implies the potential difference between the plate decreases during discharging process. ഇത് കാരണം, അതായത് വാട്ടർ ഫോർമേഷൻ കാരണം റേറ്റ് ഓഫ് റിയാക്ഷൻ കുറഞ്ഞു വരുന്നു. അത് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കുറയുന്നു ഡിസ്ചാർജിങ് പ്രോസസ്സിന്റെ സമയത്ത്. എന്നാൽ ചാർജിങ് പ്രോസസ്സിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ വിൽ ഇൻക്രീസ്. ഈ നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും, അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഒരു